ഇന്നത്തെ കാലത്ത് ക്രെഡിറ്റ് സ്കോർ ഇല്ലാതെ നമുക്ക് ഒരു കാര്യവും നടക്കില്ല. വ്യക്തികൾക്കാണെങ്കിലും സ്ഥാപനങ്ങൾക്കാണെങ്കിലും സംരംഭങ്ങൾക്കാണെങ്കിലും ഒക്കെ ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ വായ്പ കിട്ടുകയുള്ളൂ. വായ്പ ഇല്ലാതെ നമുക്ക് ഈ കാലത്ത് മുന്നോട്ട് പോകാനും ആവില്ല. അപ്പോൾ ഈ ക്രെഡിറ്റ് സ്കോറിനെ നമുക്കെങ്ങനെ മെരുക്കാനാകും, നമുക്കെങ്ങനെ മാനേജ് ചെയ്യാനാവും, ഇതേക്കുറിച്ചൊക്കെ നമ്മളോട് സംസാരിക്കാനായിട്ട് നമ്മളുടെ ഒപ്പം ഇന്നുള്ളത് മുത്തൂറ്റ് ഫിൻകോർപ്പിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ ഷാജി വർഗീസാണ്. ക്രെഡിറ്റ് സ്കോറിൻ്റെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. സർ, ക്രെഡിറ്റ് സ്കോർ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വില്ലനാണ്. സാധാരണക്കാർക്ക് അല്ലെങ്കിൽ താഴേക്കിടയിലുള്ളവർക്കൊക്കെ ഒരു വില്ലനാണ്. നമുക്ക് എങ്ങനെയാണ് ക്രെഡിറ്റ് സ്കോർ ഇല്ലാതെ വായ്പ എടുക്കാൻ പറ്റുമോ? എങ്ങനെയാണ് നമുക്ക് ഈ സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, ക്രെഡിറ്റ് സ്കോർ ഒരിക്കലും ഒരു വില്ലനല്ല. നമുക്കൊരു എങ്ങനെ മിത്രമാക്കാം എന്നുള്ളതിനെക്കുറിച്ചും കൂടെ സംസാരിക്കാം. ഓക്കെ, ക്രെഡിറ്റ് സ്കോർ ഇപ്പോൾ വന്ന് ലോണിന് മാത്രമല്ല, ഒരു കമ്പനികളിപ്പോൾ ഒരു എംപ്ലോയ്മെൻറ്റ്, ഒരു പുതിയ ജോലിക്കും ഞാനൊരു തമാശ വീഡിയോ കണ്ടിരുന്നു. കല്യാണത്തിന് പോകുമ്പോൾ മാരേജിൻ്റെ പ്രപ്പോസലിനിടയ്ക്കും ക്രെഡിറ്റ് സ്കോർ ചോദിക്കുന്ന കാലമാണെന്ന് വേണ്ടൊരു വീഡിയോ കാണാനിടയായി. ഓക്കെ, ഈ ക്രെഡിറ്റ് സ്കോറിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പല ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ലോൺ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ക്രെഡിറ്റ് ഹിസ്റ്ററി ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടി ക്രെഡിറ്റ് സ്കോർ എടുക്കുന്നു. രണ്ടാമത് വേറൊരു സിറ്റുവേഷനുണ്ട്. നിങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോർ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ലോൺ എടുത്തിരുന്നു, പക്ഷേ ക്രെഡിറ്റ് സ്കോർ മോശമായി. കാരണം നമുക്ക് കോവിഡ് ഉണ്ടായിരുന്നു, ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ അത് ഇമ്പാക്റ്റ് ചെയ്തു, പ്രത്യേകിച്ച് റീറ്റെയിൽ സെഗ്മെൻറ്റിന് ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം ക്രെഡിറ്റ് സ്കോർ മോശമായി കഴിഞ്ഞാൽ അതെങ്ങനെ ബിൽഡ് ചെയ്യാം? അപ്പോൾ നമുക്ക് രണ്ടായിട്ട് ഇതിനെ ഡിസ്കസ് ചെയ്യാം. പല ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഇന്ത്യയിൽ ഇപ്പോഴും ക്രെഡിറ്റ് സ്കോർ ഒരു പ്രീ റിക്വസിറ്റായിട്ട് ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഈ പല ഇൻസ്റ്റിറ്റ്യൂഷനുകളും അവർ ക്രെഡിറ്റ് സ്കോർ കേവലം ഒരു വെക്ടർ മാത്രമാണ്, ഒരു ഫാക്ടർ മാത്രമാണ്, അതുകൊണ്ട് മാത്രം ലോൺ കൊടുക്കാത്തൊരവസ്ഥ അല്ലാതെ ഓൾട്ടർനേറ്റീവ് അണ്ടർ റൈറ്റിംഗ് പ്രോഗ്രാമിൽ ചെയ്യുന്ന പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ മുത്തൂറ്റ് ഫിൻകോർപ്പ്. ഞങ്ങൾ ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ ആ സ്കോർ നോക്കും. ക്രെഡിറ്റ് സ്കോർ ഇല്ല എന്നുള്ള കാരണം കൊണ്ട് ഒരിക്കലും ഒരു ലോണും ഞങ്ങൾ റിജക്റ്റ് ചെയ്യുന്നില്ല. കാരണം ഞങ്ങളുടെ ഒരു ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കോമൺ മാനാണ്. കോമൺ മാനർ പലർക്കും പഴയ ഹിസ്റ്ററി ഇല്ല, ഒരു പ്രാവശ്യം കൊടുത്തെങ്കിലല്ലേ അവർ വരുവുള്ളൂ. അപ്പോൾ ഞങ്ങൾ അതിന് ഓൾട്ടർനേറ്റീവ് മെത്തേഡുകൾ ഉപയോഗിക്കുന്നത് അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, മറ്റേ UPI പേയ്മെൻറ്റ്, സ്റ്റെബിലിറ്റി, ഇങ്ങനെയുള്ള ഫാക്ടറുകൾ നോക്കി ഞങ്ങൾ പല ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. ഒരു കച്ചവടക്കാരന് ഇപ്പോൾ ഒരു ബിസിനസ് ലോൺ വേണം, ഒരാൾക്കൊരു ഹോം ലോൺ വേണം, ഒരു വെഹിക്കിൾ ലോൺ വേണം. ക്രെഡിറ്റ് സ്കോർ റിക്വയർമെൻറ്റേ അല്ല, ഞങ്ങൾ ഓൾട്ടർനേറ്റീവ് മെത്തേഡിൽ ചെയ്യും. പക്ഷേ ഒരു പ്രാവശ്യം ഒരു ക്രെഡിറ്റ് സ്കോറും ഒരു ക്രെഡിറ്റ് ഹിസ്റ്ററി എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ കസ്റ്റമറിന് ഞങ്ങളുടെ അടുത്ത് നിന്ന് മാത്രമല്ല വേറെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നും പലയിടത്തു നിന്നും ഈ ക്രെഡിറ്റ് സ്കോർ നിർബന്ധം പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോലും അവിടെ നിന്നും എടുക്കാൻ പറ്റും. ഓക്കെ, താങ്കളിപ്പോൾ പറഞ്ഞ പോലെ ഈ ക്രെഡിറ്റ് സ്കോർ എന്തെങ്കിലും കാരണവശാൽ താഴെ പോയി എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെയാണ് റീബിൽഡ് ചെയ്യാൻ പറ്റുക? ഓക്കെ, പ്രത്യേകിച്ച് ബിസിനസ്സുകാരുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു ജോലിക്കാരുടെ കാര്യത്തിൽ 10-30 വർഷമുള്ള കരിയറിൽ ഇടയ്ക്കൊരു അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവുക എന്ന് പറയുന്നത് നാച്ചുറലാണ്. അപ്പോൾ ഒരു കുറച്ച് കാലത്തെ ഒരു ടെമ്പററി പ്രോബ്ലം കൊണ്ട് ക്രെഡിറ്റ് സ്കോർ മോശമായി കഴിയുമ്പോൾ ലോങ് ടൈം ഇമ്പാക്റ്റ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇതിനൊരു മാർഗം എന്ന് പറയുന്നത് ക്രെഡിറ്റ് സ്കോർ രണ്ടാമത് റീബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെ റീബിൽഡ് ചെയ്യാം? ഒരു പ്രാവശ്യം ക്രെഡിറ്റ് സ്കോർ മോശമായി കഴിഞ്ഞാൽ പല ഇൻസ്റ്റിറ്റ്യൂഷനുകളും പുതിയൊരു ലോൺ കൊടുക്കുന്നത് നിരസിക്കും. കാരണം ഓൾറെഡി ഹിസ്റ്ററി മോശമായിട്ട് റെക്കോർഡിലുള്ളപ്പോൾ അതെങ്ങനെ ചെയ്യും? ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. പക്ഷേ ഞങ്ങളെപ്പോലുള്ള ഇതിനൊരു മാർഗമുണ്ട്. ഗോൾഡ് ലോണിന് ക്രെഡിറ്റ് സ്കോർ നോക്കുന്നില്ല. കാരണം അത് ലിക്വിഡ് അസറ്റാണ്, മാർക്കറ്റ് വാല്യൂ ഉള്ളതാണ്. അപ്പം അതിനകത്ത് സാധാരണ ക്രെഡിറ്റ് സ്കോർ നോക്കുകയില്ല. ക്രെഡിറ്റ് സ്കോർ മോശമാണെങ്കിൽ അത് റീബിൽഡ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ഒരു പരിഹാരം എന്ന് പറയുന്നത് ഗോൾഡ് ലോൺ ടെമ്പററി ആയിട്ട് എടുക്കുക, സമയത്തിന് തിരിച്ചു കൊടുക്കുക. ഓരോ പ്രാവശ്യം ലോൺ സമയത്തിന് തിരിച്ചു കൊടുക്കുമ്പോഴും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ 1-2 പ്രാവശ്യം ഒരു ഗോൾഡ് ലോൺ എടുത്ത് സമയത്തിന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത് ക്രെഡിറ്റ് സ്കോർ വീണ്ടും ബിൽഡ് ചെയ്യാൻ അത് തീർച്ചയായിട്ടും സഹായിക്കും. ഒരു പ്രാവശ്യം ക്രെഡിറ്റ് സ്കോർ മുകളിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നത്തിന് ഒരു പരിഹാരമാകും. ഈ നമ്മളുടെ ഫണ്ടിന് ആവശ്യമുള്ള അത്രയും സ്വർണം ഇല്ലാത്തവരെന്ത് ചെയ്യും? അതിനൊരു ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഉണ്ടോ? ഒന്ന്, കുറേ കാലം കഴിയുമ്പോൾ ക്രെഡിറ്റ് സ്കോറിന് ഹിസ്റ്ററി ഒരു റീസണബിൾ ടൈം കഴിയുമ്പോൾ ബാങ്കുകളും ഇൻസ്റ്റിറ്റ്യൂഷനുകളും
അത് ഓവർലുക്ക് ചെയ്യും. ഓക്കെ, അതിനിടയ്ക്ക് നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലും ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും അങ്ങനെയുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഡോക്യുമെൻ്റ് ഉണ്ടാക്കണം. പക്ഷേ പലർക്കും ഇത്രയും കാലം വെയിറ്റ് ചെയ്യുക എന്നുള്ളതൊരു പരിഹാരമല്ല. ഓക്കെ, അത് എത്ര എമൗണ്ട് എന്നുള്ളതല്ല അതിനകത്തിൻ്റെ പ്രാധാന്യം. അതൊരു സമയത്തിന് കൊടുക്കുന്ന ഒരു ബിഹേവിയർ എക്സിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യം. ഓക്കെ, അങ്ങനെയാണ് ക്രെഡിറ്റ് സ്കോർ റീബിൽഡ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗം. ഒന്നില്ലെങ്കിൽ കൂടുതൽ കാലം വെയിറ്റ് ചെയ്ത് ഡോക്യുമെൻ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരും, അതല്ലെങ്കിൽ വേറെ ഒരു ലോൺ എടുത്ത് സമയത്തിന് തിരിച്ചു കൊടുക്കുക. അപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു, അല്ലാതെ ഒരു ബിഹേവിയറൽ ട്രീറ്റ് അല്ല എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനൊരു പരിഹാരം. എല്ലാത്തരം ലോണുകൾക്കും ക്രെഡിറ്റ് സ്കോർ ആവശ്യമായിട്ട് വരുന്നുണ്ടോ? അതായത് ഇന്നിപ്പോൾ ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ ക്രെഡിറ്റ് സ്കോർ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് റെഗുലേഷനാണ്, നിർബന്ധമാണ്. RBI റെഗുലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷനുകളും കസ്റ്റമറുടെ ക്രെഡിറ്റ് സ്കോർ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള റെഗുലേഷനാണ്. അപ്പോൾ ഞങ്ങൾക്കത് ചെയ്തേ മതിയാവും. ഞങ്ങളത് ചെയ്തില്ലെങ്കിൽ ഇറ്റ്സ് എ റോങ് തിങ് ആണ്. ഞങ്ങൾ കംപ്ലയൻസ് അല്ലെങ്കിൽ റെഗുലേഷൻ ഫോളോ ചെയ്യാത്തൊരവസ്ഥയാവും. അപ്പോൾ 100% ഇൻസ്റ്റിറ്റ്യൂഷൻസ് റിപ്പോർട്ട്. ഈ ക്രെഡിറ്റ് കാർഡും ക്രെഡിറ്റ് സ്കോറും തമ്മിൽ ബന്ധമുണ്ടോ? ക്രെഡിറ്റ് കാർഡെന്ന് പറയുന്നതും ഒരു ക്രെഡിറ്റ് ഫെസിലിറ്റിയാണ്. ഓക്കെ, അതിപ്പോൾ ബാക്കി ഏത് ലോണുകൾ പോലെയും ക്രെഡിറ്റ് കാർഡും അങ്ങനെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്രെഡിറ്റ് കാർഡിൽ ഒരു ഡിഫോൾട്ടോ അല്ലെങ്കിൽ പോസിറ്റീവ് ടൈംലി പേയ്മെൻറ്റും അതും റിപ്പോർട്ട് ചെയ്യപ്പെടും. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഇതിനൊരു എക്സെപ്ഷൻ അല്ല. ഏത് ലോണുകൾക്കും എടുത്തു കഴിഞ്ഞാൽ ഇത് നിർബന്ധമായിട്ടും ക്രെഡിറ്റ് ബ്യൂറോ എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ പല ക്രെഡിറ്റ് ബ്യൂറോകളുണ്ട്. ഏറ്റവും പോപ്പുലർ കേൾക്കുന്നത് സിബിൽ എന്നാണ്. ഓക്കെ, എല്ലാവരുടെ അടുത്തും റിപ്പോർട്ട് ചെയ്യുന്നത് നിർബന്ധമായിട്ടും നിയമമാണ്. അത് എല്ലാവരും ചെയ്തേ മതിയാവും. സാർ ഈ പറഞ്ഞതുപോലെ ഈ ബാങ്കുകളുടെ പരിധിയിൽ വരാത്ത അല്ലെ അവിടുന്ന് നിഷ്കാസിതരായിട്ടുള്ള ഒരുപാട് ചെറുകിടക്കാരായിട്ടുള്ളവരുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ സേവനങ്ങളാണ് നമുക്ക് നൽകാൻ പറ്റുന്നത്, മുത്തൂറ്റ് ഫിൻകോർപ്പിന് നൽകാൻ പറ്റുന്നത്? ആക്ച്വലി ഇന്ത്യയിൽ ഏകദേശം 6 കോടി കൂടുതൽ ചെറുകിട കച്ചവടക്കാർ, പ്രത്യേകിച്ച് നമ്മൾ സാധാരണ കാണുന്ന റീറ്റെയിൽ ഷോപ്പുകളുണ്ടെന്നാണ് പറയുന്നത്. ഞാനൊരു PwCയുടെ ഒരു റിപ്പോർട്ട് വായിക്കുമായിരുന്നു. അതിനകത്ത് പറയുന്നത് ഇതിൽ 14% പേർക്ക് മാത്രമേ ഇതുവരെ ക്രെഡിറ്റ് എത്തിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവർക്ക് കൊമേഴ്സും അങ്ങനെ ഉള്ളതൊക്കെ വരുന്ന അവരൊരു പ്രഷറിലാണ് ഇപ്പോൾ. പക്ഷെ അവർക്ക് ചെയ്യേണ്ട 2 കാര്യങ്ങൾ ഇപ്പോൾ ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. ഒന്ന്, ട്രേഡ് മോഡേണൈസേഷൻ. ഓക്കെ, അപ്പോൾ കടയൊന്ന് റിനോവേറ്റ് ചെയ്യും, ഒരു മോഡേൺ ആക്കുക, അത് വലിയൊരു ആവശ്യമാണ്. കസ്റ്റമറുടെ റിക്വയർമെൻറ്റും കൂടി വരുന്നു. രണ്ടാമത് എക്സ്പാൻഷനും വേണ്ടി, രണ്ടിനും അവർ ക്രെഡിറ്റ് വേണമെന്നുള്ളതാണ് വാസ്തവം. ഈ ട്രഡീഷണൽ ബാങ്കുകൾ, പ്രത്യേകിച്ച് ഫോമൽ സെക്ടർ ബാങ്കുകൾ, അവരുടെ എന്തില്ലെങ്കിൽ ITR, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെ പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് ഒരു ലോണിന് വേണ്ടി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. എല്ലാതും കൊടുക്കുന്നുണ്ടാവാം. പക്ഷെ ഞങ്ങളത് ചെയ്യുന്നത് 2 രീതിയിലാണ്. ഒന്ന്, ഞങ്ങൾക്ക് ITRO ഇത് നിർബന്ധമാണോ? ആൻസർ ഈസ് നോ. അപ്പോൾ ഞങ്ങൾക്ക് 2-3 തരം പ്രോഡക്റ്റുകളുണ്ടെന്ന്. ഒന്ന്, ഞങ്ങൾക്കിപ്പോൾ 4000-ഓളം അടുത്ത് ബ്രാഞ്ചുകളുണ്ട്. ബ്രാഞ്ചിനടുത്തുള്ള ഒരു കച്ചവടക്കാരന് 25 തൊട്ട് 5 ലക്ഷം രൂപ വരെ ലോൺ വേണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, നമുക്ക് ഈ ഡോക്യുമെൻ്റ് ഇല്ലാതെ ഞങ്ങൾ ചെന്ന് പേഴ്സണലായിട്ട് സംസാരിച്ച് അസസ് ചെയ്ത് ഞങ്ങൾ നോക്കുന്ന സ്റ്റെബിലിറ്റിയാണ്. അദ്ദേഹം 2 വർഷത്തിൽ കൂടുതൽ ബിസിനസ് ചെയ്തിട്ടുണ്ട്, അവിടെ അടുത്തുള്ളതാണ്. ഞങ്ങളതിന് വ്യാപാർ മിത്ര എന്നാണ് പറയുന്നത്. സെക്യൂരിറ്റി വേണ്ട, സെക്യൂരിറ്റി ഇല്ലാതെ ഞങ്ങൾ ഈ ലോൺ കൊടുക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നൈബർഹുഡ്, വി ആർ എ നൈബർഹുഡ് ബാങ്കർ. ഓക്കെ, നൈബർഹുഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇവരുടെ ബാങ്ക് നൈബർഹുഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതുകൊണ്ടുള്ള ഈ പ്രോഡക്റ്റിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്, ഞങ്ങളുടെ പ്രോഡക്റ്റ് ഓഫറിംഗ് എന്ന് പറയുന്നത്, ഞങ്ങൾക്കൊരു പ്രോഡക്റ്റ് ഉണ്ട്, അത് കസ്റ്റമറുടെ തലയിൽ നിങ്ങളത് എടുക്കൂ എന്നുള്ളതിലല്ല. കസ്റ്റമറിന് എന്താണോ ആവശ്യം, ആ ആവശ്യത്തിനനുസരിച്ച് ഞങ്ങൾ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. കാരണം മിക്ക കച്ചവടക്കാരും കടക്കാർക്കും അവരുടെ ക്രെഡിറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് ചിലപ്പോൾ 3 ദിവസം തൊട്ട് 2 ആഴ്ച വരെയേ ഉള്ളൂ. കാരണം അവർക്ക് കൂടുതൽ സ്റ്റോക്ക് വെക്കേണ്ട കാര്യമില്ല. മേടിക്കുന്നു, അടുത്ത ദിവസം വിറ്റ് വീണ്ടും അവർ മേടിക്കുന്നു. അപ്പോൾ ഈ EMI ലോണിൻ്റെ പ്രശ്നമുണ്ട്. 30 ദിവസം കഴിഞ്ഞിട്ടേ കൊടുക്കാമുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ മേടിച്ചത് വിറ്റ് കഴിഞ്ഞാൽ പോലും ക്രെഡിറ്റ് സൈക്കിൾ കുറവാണെങ്കിൽ പോലും എനിക്ക് പൈസ തിരിച്ചു കൊടുക്കാൻ ബാങ്കിന് പറ്റില്ല. കാരണം EMI ആണ്, ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻ്റ് ആണ്. അപ്പോൾ എന്താ പറ്റുന്നത്? ഇന്ന് കിട്ടിയ കാശും ഒരു പക്ഷേ 29 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. 29 ദിവസത്തെ പലിശയും കൂടി കസ്റ്റമർ കൊടുക്കേണ്ടി വരും. ഇത് കസ്റ്റമറുടെ ഫീഡ്ബാക്ക് അനുസരിച്ച് ഞങ്ങൾ ഡെയിലി റീപേയ്മെൻ്റ് ആക്കിയിരിക്കുകയാണ്.
ഇപ്പോൾ വ്യാപാർ മിത്ര ലോൺ ഒരു കസ്റ്റമർ ലോൺ എടുത്തു കഴിഞ്ഞ് പിറ്റേ ദിവസം തിരിച്ചു തന്നാൽ ആ ഒറ്റ ദിവസത്തെ ഇൻട്രസ്റ്റേ ഉള്ളൂ. സോ അതൊരു വലിയൊരു അഡ്വാൻറ്റേജാണ്. വേണ്ടപ്പോൾ വീണ്ടും വന്ന് എടുക്കുകയും ചെയ്യാം. അതാണ് ഒരു ലോൺ പ്രോഗ്രാം. രണ്ടാമത്, കസ്റ്റമറിന് ഞങ്ങൾ പ്യൂർലി ഡിജിറ്റൽ ലോണുണ്ട്. അതെങ്ങനെയാണ്? ഇപ്പോൾ UPI ഒത്തിരി പോപ്പുലർ ആണല്ലോ, ഈ QR കോഡ്. അപ്പോൾ ഞങ്ങൾ നോക്കുന്ന QR കോഡ് ഹിസ്റ്ററി നോക്കും. അത് ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. ഇപ്പോൾ ഈ ഫോൺ പേ, ഭാരത് പേ ഇങ്ങനെയുള്ള ആപ്പുകളാണല്ലോ പോപ്പുലർ. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു ലോൺ ഓപ്ഷൻ കാണാം. അതിനകത്തൊരു ഒരു ഓപ്ഷൻ ഞങ്ങളുടെയാണ്, മുത്തൂറ്റ് ഫിൻകോർപ്പിൻ്റെയാണ്. കസ്റ്റമറിന് അവിടെ ചെന്ന് ക്ലിക്ക് ചെയ്യാം. അതായത് 2-3 മിനിറ്റിനകം ലോൺ ഓട്ടോ പ്രോസസ്സ് ചെയ്ത് ലോൺ അക്കൗണ്ടിൽ ഡിസ്ബേഴ്സ് ചെയ്യും. അപ്പം നമ്മൾ ഈ പറഞ്ഞ പ്രോസസ്സ് എല്ലാം ബാക്ക്-എൻഡിൽ ഫുള്ളി ഓട്ടോമേറ്റഡ്, നോ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ അറ്റ് ഓൾ. ആകെ കാരണം ഞങ്ങളുടെ അവരുടെ ഹിസ്റ്ററി നമുക്ക് അവിടെ നിന്ന് ക്യൂ വരും. അത് ഫുള്ളി ഓട്ടോമേറ്റ് ചെയ്തിരിക്കുവാണ്. ഓക്കെ, അതായത് തുച്ഛമായ സമയം കൊണ്ട് അത് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. ഓക്കെ, ഒരാൾ പോകേണ്ട കാര്യമില്ല. അത് റീപേയ്മെൻറ്റും ഞങ്ങളുടെ ആപ്പ് വഴി. ഇതിന് ലിമിറ്റ് ഉണ്ടോ? എത്ര വരെ? തീർച്ചയായിട്ടും ലിമിറ്റ് ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ 5 ലക്ഷം രൂപ വരെയാണ് ഫസ്റ്റ് സൈക്കിളിൽ കൊടുക്കുന്നത്. ഓക്കെ, ഇത്തരത്തിൽ ഡിജിറ്റൽ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന രീതിയിലുള്ള വേറെ ലോൺസ് ഉണ്ടോ? ഓക്കെ, ഒന്നിതാണ്. ഇത് ആർക്ക് ഏത് QR കോഡുള്ള ഏത് കച്ചവടക്കാർക്കും എടുക്കാവുന്നതാണ്. ആക്ച്വലി ബാക്കി എല്ലാ ബിസിനസ്സുകളിലും ഡിജിറ്റൽ ഇൻ്റർവെൻഷൻ ഉണ്ട്. ഓക്കെ, പക്ഷേ പ്യൂർലി 100% ലോൺ പ്രോസസ്സ് ചെയ്യുന്ന ഡിജിറ്റലായിട്ട് ചെയ്യുന്നത് ഇതാണ് ഞങ്ങളുടെ ഒരു പ്രോഗ്രാം. പക്ഷേ വേറെ ഏത് ലോൺ ആകട്ടെ, ഇപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്നുള്ള 2 വീലർ ആകട്ടെ, യൂസ് കാർ ആവട്ടെ, ഞങ്ങളുടെ ഹോം ലോൺ ആകട്ടെ, എല്ലാത്തിനും ഞങ്ങൾ ഡിജിറ്റൽ ഫുട് പ്രിൻ്റ് വെച്ച് ആണ് പ്രോസസ്സ് ചെയ്യുന്നത്. കാരണം ഇന്ത്യയിൽ ഇൻകം ടാക്സ് കൊടുക്കുന്നവർ ആകെ 2% താഴെയുള്ളൂ. ഇപ്പോൾ അവരോട് ഇൻകം ടാക്സ് വെച്ചുകൊണ്ടും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചുകൊണ്ടും മാത്രം ഒരിക്കലും ലോൺ അതല്ല ഞങ്ങളുടെ TG. ഞങ്ങളെന്ന് പറയുന്നത് കോമൺ മാനെ സെർവ് ചെയ്യാനുള്ള പ്രോഡക്റ്റ്സ് ആൻഡ് സർവീസസ് ആണ് ഞങ്ങളുടെ. അപ്പോൾ ഞങ്ങൾ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നതും എല്ലാം ആ കോമൺ മാനെ മനസ്സിൽ വെച്ചുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാം നോക്കുന്നത് ഒന്നില്ലെങ്കിൽ ഡിജിറ്റൽ ഫുട് പ്രിൻ്റ്, അല്ലെങ്കിൽ ഫിസിക്കലി ഞങ്ങൾ സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ആണ് ഞങ്ങളിപ്പോൾ കൊടുക്കുന്നത്. ആക്ച്വലി ഇപ്പോൾ മുത്തൂറ്റ് ഫിൻകോർപ്പിൽ ഗോൾഡ് ലോൺ മാത്രമല്ല, ഞങ്ങൾക്ക് 2 ഡസനിൽ കൂടുതൽ പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ്. അതായത് ഒന്ന് ലോൺസ്, ഒന്ന് പ്രൊട്ടക്ഷൻ, മൂന്നാമത് സർവീസസ്. ലോണിൽ ഒരു ഗ്രൂപ്പിൽ നിന്ന്, മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പിൽ നിന്ന് 1000 രൂപയുടെ ഗോൾഡ് ലോൺ അല്ലെങ്കിൽ ഒരു മൈക്രോ ഫൈനാൻസ് തൊട്ട് 2 വീലർ ലോൺ, കാർ ലോൺ, ബിസിനസ് ലോൺ വ്യാപാർ മിത്ര, ഡിജിറ്റൽ ലോൺ ബിസിനസ്, ലോൺ അഗൻസ്റ്റ് പ്രോപ്പർട്ടി അപ് ടു 15 ഇയേഴ്സ്. ഓക്കെ, 15 വർഷം വരെ 25 ലക്ഷം രൂപ വരെ ലോൺ, ഹോം ലോൺ അഗെയിൻ 25 ലക്ഷം രൂപ വരെ ലോണുകളും അവൈലബിൾ ആണ്. അത് ലോൺസ് മാത്രം. പിന്നെയുള്ളത് പ്രൊട്ടക്ഷൻ. ഓക്കെ, ഇപ്പോൾ ഒരു വെഹിക്കിൾ ഇൻഷുറൻസ് റിന്യൂവൽ ആവട്ടെ, ഹെൽത്ത് ഇൻഷുറൻസ് ആവട്ടെ, ലൈഫ് ഇൻഷുറൻസ്, ഇതെല്ലാം അത് ഞങ്ങളെല്ലാം മാനുഫാക്ചർ ചെയ്ത് ഞങ്ങൾ പാർട്ട്ണർ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് അതും അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഡോർ ഈസ് അവൈലബിൾ. 3 സർവീസസ് ലൈക്ക് ഇപ്പോൾ ഒരു പാൻ കാർഡ് എടുക്കണമെങ്കിൽ പോലും ഞങ്ങളുടെ ബ്രാഞ്ചിൽ വന്നാൽ മതി. UPI വഴി മറ്റേ ബില്ലുകൾ പേയ്മെൻ്റ് ആവട്ടെ, ക്രെഡിറ്റ് കാർഡ് പാൻ കാർഡ് ആവട്ടെ, ഈവൻ ഫോറിൻ എക്സ്ചേഞ്ച്. കേരളത്തിൽ ഒത്തിരി ഫാമിലിയുടെ പിള്ളേരെല്ലാം പുറത്ത് പഠിക്കുകയും ഒത്തിരി പേര് ജോലിക്കാർ പുറത്തുമാണ്. അപ്പം അവർക്ക് ഇങ്ങോട്ട് കാശ് അയക്കണമെങ്കിലോ അല്ലെങ്കിൽ ട്യൂഷൻ ഫീ അയക്കുന്നതിനോ ഞങ്ങൾക്ക് FX ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് അത് ഒരു സർവീസ് അവൈലബിൾ ആണ്. പിന്നെ ഒരു കസ്റ്റമർ, നമ്മളിപ്പോൾ സിബിലിൻ്റെ ക്രെഡിറ്റ് സ്കോറിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഒരു കസ്റ്റമറിന്, ഒരു ഫാമിലിക്ക് അറിയണം എൻ്റെ ക്രെഡിറ്റ് സ്കോർ എന്താണ് ഒന്ന് അറിയണം. ഹെൽത്ത് ചെക്ക് അതും ഞങ്ങളുടെ ബ്രാഞ്ചിൽ വന്നു കഴിഞ്ഞാൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ മുത്തൂറ്റ് ഫിൻകോർപ്പ് ഇപ്പോൾ ഒരു ഗോൾഡ് ലോൺ കമ്പനി മാത്രമല്ല, ഇതൊരു 1 സ്റ്റോപ്പ് ഷോപ്പാണ്. 2 ഡസനിൽ കൂടുതൽ പ്രോഡക്റ്റ്സ് ആൻഡ് സർവീസസ് അത് നിങ്ങൾ സാധാരണ അന്വേഷിക്കുന്നതും ആവശ്യവുമായിരിക്കുന്ന പ്രോഡക്റ്റുകൾ അവിടെ എത്തിക്കുക എന്നുള്ളതാണ്, അവിടെ അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഇത്. ഗോൾഡ് ലോണിൽ അതും വളരെ മുമ്പോട്ട് പോയിരിക്കുന്നു. പണ്ട് ഇത്ര അടുത്ത കാലം വരെ ഒരു ഗോൾഡ് ലോൺ എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു കസ്റ്റമർ പേഴ്സണലായിട്ട് ബ്രാഞ്ചിൽ വരണം. ഇപ്പോൾ ഞങ്ങൾക്ക് ഗോൾഡ് ലോൺ ഫ്രം ഹോം എന്നുള്ളൊരു ഫെസിലിറ്റി ഉണ്ട്. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, മുത്തൂറ്റ് ഫിൻകോർപ്പ് 1 എന്നുള്ളതാണ് ഞങ്ങളുടെ ആപ്പിൻ്റെ പേര്. അത് ഡൗൺലോഡ് ചെയ്യുക,
നിങ്ങളുടെ KYC എല്ലാം ഓൺലൈൻ അപ്പം തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യുക, ഞങ്ങളുടെ അടുത്തുള്ള ബ്രാഞ്ചിൽ നിന്ന് ആൾ വന്ന് വീട്ടിൽ വന്ന് ലോൺ ഡിസ്ബേഴ്സ് ചെയ്ത് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയതിനു ശേഷം മാത്രമേ ഞങ്ങളുടെ ഞങ്ങളുടെ സ്റ്റാഫ് അവിടെ നിന്ന് പോവുള്ളൂ. അതുവരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കാലം മാറുന്നു, കസ്റ്റമറുടെ ആവശ്യങ്ങൾ മാറുന്നു, അവരുടെ റിക്വയർമെൻറ്റ് കൂടുന്നു. ഞങ്ങളും കസ്റ്റമറുടെ സൗകര്യവും ഇഷ്ടവും നോക്കി പ്രോഡക്റ്റ് എത്തിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ഈ ഹോം ലോൺ എന്ന് പറയുന്നത് മറ്റ് ലോണുകളെ പോലെയല്ല, ഒരു ദീർഘകാല ലോണാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇതെടുക്കുമ്പോൾ കുറച്ച് നമുക്കറിയാം ഒരുപാട് നൂലാമാലകളുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് ബൈപ്പാസ് ചെയ്യാൻ പറ്റുക? ഓക്കെ, ശരിയാണ്. ഹോം ലോണിന് ഡോക്യുമെൻ്റ് റിക്വയർമെൻറ്റ്, ഇൻകം ആകട്ടെ, പ്രോപ്പർട്ടി ഡോക്യുമെൻറ്റ്സ് ആകട്ടെ എല്ലാം കൂടുതലാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇൻകം പേപ്പർ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും ഹോം ലോൺ പറ്റാറ്. അപ്പം ഞങ്ങളിപ്പോഴും ഹോം ലോൺ പ്രോസസ്സ് ചെയ്യുന്നത് ഇൻകം ടാക്സ് റിട്ടേൺ അല്ലെങ്കിൽ പേ സ്ലിപ്പ് വെച്ച് മാത്രമല്ല. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഓൾട്ടർനേറ്റീവ് അസസ്മെൻറ്റ് മോഡലാണ്. ഓക്കെ, കസ്റ്റമറുടെ അടുത്ത് നിന്ന് സംസാരിച്ച് അവരുടെ എന്ത് ബിസിനസ്സാണ്, ഏത് ബിസിനസ്സാണ്, എത്ര മാർജിനാണ്, അല്ലെങ്കിൽ എവിടെയാണ് ജോലി ചെയ്യുന്നത്, എത്രയാണ് ഒരു പക്ഷേ ശമ്പളം കിട്ടുന്നത്, ഒരു പക്ഷേ ക്യാഷ് സാലറി ആയിരിക്കാം. ഓക്കെ, അത് നമ്മൾ അവരോട് സംസാരിച്ച് അവരുടെ കുടുംബത്തിൻ്റെ ആകെ വരുമാനം നോക്കിയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഈവൻ ഹോം ലോൺ പോലും 15 വർഷത്തെ ലോണിന് പോലും ITR-ഉം പേയ്മെൻറ്റ് സ്ലിപ്പും മാൻഡേറ്ററി അല്ല. കാരണം ഞങ്ങൾ വീണ്ടും ഫോക്കസ് ചെയ്യുന്നത് സാധാരണക്കാർക്ക് എങ്ങനെ ക്രെഡിറ്റ് ഫെസിലിറ്റി എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഹോം ലോൺ ഇന്ത്യയിൽ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ഒത്തിരി സെൽഫ് കൺസ്ട്രക്ഷനാണ്. ആൾക്കാർക്ക് ഒരു പ്ലോട്ട് ഉണ്ട്, അതിനകത്തൊരു വീട് വെക്കണം. ഓക്കെ, അത് തീർച്ചയായിട്ടും ആ ലോണുകൾ ഞങ്ങളുടെ എല്ലാ ബ്രാഞ്ചുകളിലും ഇപ്പം അവൈലബിൾ ആണ്. വനിതകൾ ഇപ്പം പണ്ടത്തെ പോലെയല്ല, അവർ വളരെ ആക്റ്റീവാണ്, ബിസിനസ്സിലും ഒക്കെ വളരെ ആക്റ്റീവാണ്. എന്ന് തന്നെ എല്ലാ ഫിനാൻഷ്യൽ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതിൽ അവർ കുറച്ചും കൂടി ഡിസിപ്ലിൻഡുമാണ്. എല്ലാ സ്ഥാപനങ്ങൾക്കും, ബാങ്കുകൾക്കാണെങ്കിലും NBFC-കൾക്കാണെങ്കിലും ഒക്കെ വനിതകൾക്ക് വായ്പ കൊടുക്കാൻ വളരെ സന്തോഷമാണ്. വനിതകൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ സ്കീംസ് ഉള്ളത്? അതുപോലെ തന്നെ അവരുടെ ഒരു ലോൺ റീപേയ്മെൻറ്റ് പാറ്റേൺ, അവരുടെ ആ ഡിസിപ്ലിൻ, അത്തരം കാര്യങ്ങളെക്കുറിച്ചുകൂടി ഒന്ന് പറയുമോ? ഓക്കെ, തീർച്ചയായിട്ടും. ഒരു രാജ്യം പുരോഗമിക്കണമെങ്കിൽ വനിതകളും അവരുടെ എക്കണോമിക് ആക്ടിവിറ്റിയിൽ പങ്കെടുക്കണം എന്നുള്ള അടിയുറച്ചൊരു വിശ്വാസമുള്ള ഒരു ഗ്രൂപ്പാണ് മുത്തൂറ്റ് ഫിൻകോർപ്പും മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പും. ഞങ്ങളുടെ കമ്പനിയിൽ ഞങ്ങൾക്ക് 10,000-ൽ കൂടുതൽ വുമൺ സ്റ്റാഫുണ്ട്. സാധാരണ ബാങ്കിങ് ഫിനാൻഷ്യൽ സർവീസ് ഇൻഡസ്ട്രിയിൽ ഞാൻ മനസ്സിലാക്കിയത് ഒരു 13-14% പേരെ സാധാരണ സ്ത്രീകളുള്ളൂ. പക്ഷേ മുത്തൂറ്റ് ഫിൻകോർപ്പിൽ 45% കൂടുതൽ ആൾക്കാർ സ്ത്രീകളാണ്. അത് തന്നെ ഞങ്ങളുടെ എന്താ പറയുന്നത് ജെൻഡറോടുള്ളൊരു വിശ്വാസം. ഞങ്ങളുടെ 30% കൂടുതൽ കസ്റ്റമർ സ്ത്രീകളാണ്. ഓക്കെ, സോ അപ്പോൾ ഞങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ 2 വീലർ, അതിനകത്ത് ഞങ്ങൾക്ക് വനിതകൾക്ക് മാത്രം ഒരു സ്പെഷ്യൽ സ്കീമുണ്ട്. കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇന്നൊരു 2 വീലർ എന്ന് പറയുന്നത് ഒരു യാത്ര ചെയ്യാനുള്ള ഒരു കേവലം വാഹനം മാത്രമല്ല, അതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ലിബറേഷൻ, ശരിയല്ലേ? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എംപവർമെൻറ്റ് ഇസ് എൻ ഐഡൻറ്റിറ്റി. സോ വി ഹാവ് സെറ്റ് അങ്ങനെയുള്ളൊരു പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ ബിസിനസ് ലോണുകളും എല്ലാം വനിതകൾക്കും വനിതകൾ വളരെ എന്താ പറയുന്നത് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റാണ് ഞങ്ങളുടെ എല്ലാം. ഞങ്ങൾക്ക് 10-35% ഞങ്ങളുടെ കസ്റ്റമർ എന്ന് പറയുന്നത് വനിതകൾ തന്നെയാണ്. ഓക്കെ, അവരുടെ റീപേയ്മെൻറ്റിൻ്റെ സമയം ശരിയാണ്. കാരണം എപ്പോഴും അവർ വളരെ കെയർഫുള്ളാണ്. ഞാൻ വരുന്നത് പുരുഷന്മാർ കെയർഫുൾ അല്ല എന്നല്ല ഞാൻ പറയണത്. സ്ത്രീകൾ തീർച്ചയായിട്ടും ഒരു എക്സ്ട്രാ കെയർ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് ഞങ്ങളുടെ പല ബിസിനസ്സുകളിലും, കാരണം ഇത് ഫാമിലി എന്നാണ് ഞങ്ങളുടെ ഒരു ഞങ്ങൾ നോക്കുന്നത്, ഒരു വ്യക്തി എന്ന് മാത്രമല്ല. അതുകൊണ്ട് ഞങ്ങളുടെ പല ലോണുകളിലും, ഇപ്പോൾ ഒരു ഹോം ലോൺ ആണെങ്കിലും ഞങ്ങൾ അവരോട് അഡ്വൈസ് ചെയ്യും, നിങ്ങളുടെ ഭാര്യയെയും കൂടി കോ ആപ്ലിക്കൻ്റായിട്ട് എടുക്കുക. അപ്പോൾ അതൊരു ഫാമിലിയിൽ ഭാര്യയുടെ ഒരു സ്റ്റേക്കും കൂടും. ഓക്കെ, അതൊരു എന്താ പറയുന്നത് അവർക്കൊരു ഇതുമാവും. പക്ഷെ ലോണിൽ ഇത് പറഞ്ഞതുപോലെ വേറൊരാളും കൂടെ, ഇപ്പോൾ മാഡം പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകൾ എപ്പോഴും ഹോം മേക്കർ എന്ന് പറയുന്ന സ്ത്രീ തന്നെയല്ലേ മിക്ക ഇന്ത്യൻ കുടുംബത്തിൽ. സോ അങ്ങനെയാണ് അത് ചെയ്യുന്നത്. നമ്മളുടെ ഇപ്പോൾ ബിസിനസ് ലോകം പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ 2025 മുത്തൂറ്റ് ഫിൻകോർപ്പ് എന്തൊക്കെയാണ് ഡിജിറ്റൽ ഇനിഷ്യേറ്റീവിൽ അല്ലെങ്കിൽ പുതിയ പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോയിലോ ഒക്കെ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ഞങ്ങൾ പഴയ കാലം ഇതിനു മുമ്പ് ഞങ്ങളൊരു ഗോൾഡ് ലോൺ കമ്പനി ആയിട്ടാണല്ലോ ഇവിടെ തുടങ്ങിയത്. ഓക്കെ, എത്ര ഹിസ്റ്ററി എന്ന് പറയുന്നത് 140 വർഷത്തോളം പഴക്കമുള്ള ഒരു ബിസിനസ് ഹൗസാണെന്ന് അറിയാമല്ലോ.
അപ്പോൾ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കസ്റ്റമറുടെ ആവശ്യങ്ങൾ കൂടുന്നു, അവരുടെ റിക്വയർമെൻറ്റ് കൂടുന്നു. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഞങ്ങൾ അന്ന് പണ്ട് സെർവ് ചെയ്യാറുള്ള കോമൺ മാനെ തന്നെയാണ് ഞങ്ങളിപ്പോഴും സെർവ് ചെയ്യുന്നത്. അവർക്ക് വേണ്ടി ബാക്കി എല്ലാ പ്രൊഡക്റ്റുകളും എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഇത്. അത് വെച്ചാണ് ഒരു മൈക്രോ ഫൈനാൻസ് തൊട്ട് ഗോൾഡ് ലോൺ, 2 വീലർ ലോൺ, കാർ ലോൺ, ഓക്കെ, അങ്ങനെ ഈ ഗ്രൂപ്പിൽ നിന്ന് ഇങ്ങനെ പോയി ഹോം ലോണാണ് സാധാരണ ഒരു ഏറ്റവും കൂടുതൽ വലിയൊരു റിക്വയർമെൻറ്റും ലോങ് ടൈം റിക്വയർമെൻറ്റും. അപ്പോൾ അവിടെ വരെയുള്ള എല്ലാ കഴിയുന്ന പ്രോഡക്റ്റുകളെല്ലാം എത്തിക്കുക എന്നുള്ളതാണ്. അടുത്ത ഒരു ഫേസ് എന്ന് പറയുന്നത് ആൾക്കാർ ഒരു ഇൻകം ലെവൽ കൂടുന്തോറും സേവിങ്സും കൂടെ ആവശ്യമാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ സേവിങ്സ് പ്രോഡക്റ്റ്സ് ആയിട്ട് ഞങ്ങളിപ്പോൾ മ്യൂച്വൽ ഫണ്ട് കമ്പനികളും അവരൊക്കെ ആയിട്ട് പാർട്ട്ണർഷിപ്പിലാക്കി ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട്, നാഷണൽ പെൻഷൻ സ്കീം, അതെല്ലാം സേവിങ് സൈഡിലുള്ള പ്രോഡക്റ്റുകളും ഞങ്ങളിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ചെയ്തു വരുന്ന ആ ഒരു സ്റ്റേജിലാണിപ്പോൾ. അപ്പോൾ ലോൺ മാത്രമല്ല സർവീസസും പിന്നെ സേവിങ് സൈഡിലും ഞങ്ങൾ തീർച്ചയായിട്ടും ഡിജിറ്റലാണ്. തീർച്ചയായിട്ടും ഡിജിറ്റൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു കസ്റ്റമറിൻ്റെ കൺവീനിയൻസും കൂടെ വെച്ചാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് മുത്തൂറ്റ് ഫിൻകോർപ്പ് 1 എന്ന് പറഞ്ഞ ഒരു മൊബൈൽ ആപ്പുണ്ട്. ഞങ്ങളുടെ എല്ലാ പ്രോഡക്ട്സും സർവീസസുകളും അതിൽ നിന്ന് ഒന്നില്ലെങ്കിൽ എടുക്കാം, അതല്ലെങ്കിൽ അതിനകത്ത് എൻക്വയറി അയച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ആൾക്കാർ വന്ന് വിളിച്ച് അത് ചെയ്തോളും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഡിജിറ്റൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു സെൻറ്റർ ഓഫ് ഫോക്കസാണ്. ഞങ്ങളുടെ 40 ലക്ഷത്തോളം കസ്റ്റമർ ഓൾറെഡി ഞങ്ങളുടെ മുത്തൂറ്റ് ഫിൻകോർപ്പ് 1 ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയും വളരെ ആക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതും ഞങ്ങൾക്കൊരു എൻകറേജ്മെൻ്റാണ്. തീർച്ചയായിട്ടും എല്ലാ ഫെസിലിറ്റികളും അതിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെയും ഒരു ശ്രമം. ഓക്കെ, എല്ലാ ആശംസകളും സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.